ഒരു നിമിഷം വിദ്യയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങും. പ്രായത്തിൻ്റെ പക്വതയില്ലായ്മ എന്നേ ഇതിനെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കോട്ടൺ ഹിൽ സ്കൂളിൽ +2 പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് വിദ്യ. ബ്രേക്കപ്പിനെ തുടർന്ന് ഉണ്ടായ സൈബർ ബുള്ളിങ് കാരണമാണ് ആ കുട്ടി സൂയിസൈഡ് ചെയ്തത്. ഏകദേശം 4 ദിവസത്തോളം വെന്റിലേറ്ററിൽ കഴിയുകയുണ്ടായി. ഒരു നിസ്സാര പ്രണയത്തിൻ്റെ പേരിൽ ജീവൻ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനൊക്കെ അത്രയ്ക്ക് വിലയുള്ളൂ. നമ്മളെ ഒരാൾ തേച്ചു എന്ന് വെച്ചാൽ അതിനർത്ഥം ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത്രയേ വിവരമുള്ളൂ. നമ്മളാ വില എന്താണെന്ന് ഒരു സമയത്ത് ആ വ്യക്തി മനസ്സിലാക്കും. അപ്പം നമ്മളവിടെ തോറ്റോടുകയല്ല വേണ്ടത്, ജീവിച്ച് കാണിക്കുകയാണ്. പക്ഷേ ഈ കുട്ടിക്ക് എന്തോ ക്ലാസ്സിൽ നിന്നും മറ്റ് ഫ്രണ്ട്സിൽ നിന്നും ഒരുപാട് കളിയാക്കലുകളും സോഷ്യൽ മീഡിയയിൽ നിന്നും ഉണ്ടായ കളിയാക്കലുകളും താങ്ങാനാവാതെയാണ് കുട്ടി ഇത് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് 73K ഫോളോവേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ കൊച്ചു പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കും 50Kയോളം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ വീഡിയോസ് ചെയ്ത് ഭയങ്കര ബോൾഡ് ആയിട്ട് നമുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് ചെറിയ ഒരു വിഷമം പോലും താങ്ങാൻ പറ്റാതെ ഡിപ്രഷനിലേക്ക് പോവുകയാണ്. നമ്മളൊക്കെ കടന്നു വന്നത് ഓർക്കുമ്പോൾ എന്തോ പ്രശ്നം നമ്മുടെ മുമ്പിൽ വന്നാലും നമ്മൾ ഫേസ് ചെയ്യും. അത്രയ്ക്ക് മനക്കട്ടിയോടെയാണ് നമ്മളെയൊക്കെ വളർത്തിയത്. എന്ത് വന്നാലും ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന രീതിയിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മളൊക്കെ കടന്നു വന്ന സാഹചര്യം കൊണ്ടായിരിക്കണം ഒരു പക്ഷേ നമ്മളൊക്കെ ബോൾഡായിട്ട് ജീവിക്കുന്നത്. എന്ത് പ്രതിസന്ധി വന്നാലും അത് ഓവർകം ചെയ്യും എന്ന തൻ്റെ ഇടം നമുക്ക് കുഞ്ഞിലേ ഉള്ളത് കൊണ്ടായിരിക്കണം. എന്തായാലും അങ്ങനെയൊക്കെയുള്ള ബ്രേക്കപ്പ് അങ്ങനെയൊക്കെയുള്ളതിനെ അത്രയും ഒരു നിസ്സാരമായിട്ട് കണ്ട് ജീവിതമാണ് ഏറ്റവും വലുത്. നമുക്ക് സുന്ദരമായ ഒരു ജീവിതം ദൈവം തന്നിട്ടുണ്ട്. ഒരേ ഒരു ജീവിതമേ നമുക്കുള്ളൂ. അത് ഓരോ സെക്കൻഡും അടിപൊളിയായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ഓരോ ദിവസം ജീവിക്കാനാണ് പാട്. മരിക്കാൻ വളരെ സിമ്പിളല്ലേ? അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ലൈഫ്.